ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഒത്തിരി കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഒത്തിരി ആഗ്രഹിച്ചൊരു മൊമെൻ്റാണ്. ഞാൻ UK പോവുകയാണ്. പിന്നെ ഒരു സങ്കടമുള്ളത്, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഹസ്ബൻഡ് വരുന്നില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് നമ്മൾ പിരിഞ്ഞിരിക്കാൻ പോകുന്നത്. പിന്നെ പോകുന്നതിൻ്റെ വീഡിയോ കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഫസ്റ്റ് മുംബൈയിലേക്കാണ് പോകുന്നത്. മുംബൈയിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റാണ്. അപ്പോൾ മുംബൈയിൽ നിന്ന് അടുത്ത് ലണ്ടനിലേക്കാണ്. അപ്പോൾ ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സാൻഡ്വിച്ചും കേക്കും പിന്നെ ബ്രെഡും ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലതായിരുന്നു ഗൈസ്. പിന്നെ ഈ ഒരു ഫ്രൂട്ട് യോഗട്ട് തുറക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ഓപ്പൺ ആക്കുക. ഞാൻ ഓപ്പൺ ആക്കിയപ്പോഴത്തേക്ക് എൻ്റെ മുഖത്തെല്ലാം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുംബൈയിൽ നല്ല മഴയായിരുന്നു ഗൈസ്. ഞാൻ എവിടെ പോയാലും മഴയാണ്. മുംബൈയിൽ നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് മുംബൈ എയർപോർട്ട് കാണുന്നത്. ഒരു രക്ഷയില്ല, ഭയങ്കര അടിപൊളി ഒരു എയർപോർട്ടാട്ടോ. ലൈറ്റ്സും ആ ഒരു ആംബിയൻസും എല്ലാം ഭയങ്കര കിടിലമായിരുന്നു. പിന്നെ ഒത്തിരി നടക്കാനുണ്ടായിരുന്നു, ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനൊരു 9:30 ആയപ്പോഴത്തേക്കും എയർപോർട്ട് എത്തി. പിന്നെ ബോറടിച്ചിരുന്നപ്പോഴായിരുന്നു എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന സോന മോളെ കണ്ടത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ കത്തിയടിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ ഫ്ലൈറ്റ് ഡിലേ ആണ് ഗൈസ്. അങ്ങനെ കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്തു മുഷിഞ്ഞു. പിന്നെ എയർ ഇന്ത്യയിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് എനിക്കൊരു ഹാപ്പി ന്യൂസ് കിട്ടിയത്. അതായത് എൻ്റെ ആ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബിസിനസ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു ഗൈസ്. പൊട്ടന് ലോട്ടറി അടിച്ച അവസ്ഥയായിരുന്നു എൻ്റെ അവസ്ഥ. അതും പൈസ കൊടുക്കാതെയൊക്കെ ബിസിനസ് ക്ലാസ്സിൽ പോകാമെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ. ആദ്യമായിട്ട് ബിസിനസ് ക്ലാസ്സിൽ പോകുന്നതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. ആദ്യം തന്നെ അവർ കുറേ ജ്യൂസും സ്നാക്സും ഒക്കെ കൊണ്ടുവച്ചു. പിന്നെ ഇങ്ങനെ ഒരു പാക്ക് തന്നു. അതിൽ ലിപ് ബാം, മോയ്സ്ചറൈസർ, ഹാൻഡ് ജെല്ല്, ഹാൻഡ് ക്രീം, സ്ലീപ്പ് ഐ മാസ്ക്, സോക്സ്, ഇതൊക്കെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എടുത്തിട്ട് വന്നു കേട്ടോ ഇതെല്ലാം. പിന്നെ ഒരു ഹോട്ട് ടവൽ തന്നു. പിന്നെ ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു, പില്ലോസ് ഉണ്ടായിരുന്നു, പിന്നെ റിക്ലൈനർ സീറ്റ്സ് ആയിരുന്നു, ബെഡാക്കാം, പിന്നെ ഒരു TV സ്ക്രീൻ, പിന്നെ ഒരു ഹെഡ്ഫോൺ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു സെറ്റപ്പായിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു ഭാഗ്യം കിട്ടുമെന്നുള്ളത്. പിന്നെ 2 മെനു കാർഡ് കൊണ്ടു തന്നു, ബിവറേജസിൻ്റെയും ഫുഡിൻ്റെയൊക്കെ. അതാണല്ലോ നമ്മുടെ മുഖ്യം. പിന്നെ ഞാൻ എന്തോ ഓർഡർ ചെയ്തു ഗൈസ്. അതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഓംലേറ്റ്, ടൊമാറ്റോ ഓംലേറ്റ്, വെഡ്ജസ്, പിന്നെ ചിക്കൻ, ഫ്രൂട്ട്സ്, ഇതൊക്കെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റായിരുന്നു ഗൈസ്, എനിക്കിഷ്ടമായി. കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ലൈറ്റെല്ലാം ഓഫ് ചെയ്തു. പിന്നെ ഉറങ്ങാനുള്ള ടൈമാണല്ലോ. അപ്പം നല്ല ബെഡൊക്കെ ആക്കി നല്ല വിശാലമായി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുറക്കം പാസ്സാക്കിയപ്പോഴത്തേക്കും ദേ വന്നു അടുത്ത മെനു കാർഡ്. അങ്ങനെ പിന്നെ അത് നോക്കിയിരുന്നു. പിന്നെ കുറച്ച് നട്ട്സും ഓറഞ്ച് ജ്യൂസും എൻ്റെ ഫ്രണ്ടിലെത്തി. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ഒരു ചോക്ലേറ്റ് ഡെസേർട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു. ബട്ട് എന്തെങ്കിലും കഴിക്കണമല്ലോ, ഇല്ലെങ്കിൽ നഷ്ടമല്ലേ. അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. അങ്ങനെ പിന്നെയും ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ ഉറങ്ങി ഒന്ന് എണീറ്റപ്പോഴത്തേക്കും ദേ ലണ്ടൻ എയർപോർട്ട് എത്തി. അങ്ങനെ എമിഗ്രേഷൻ എല്ലാം വളരെ സ്മൂത്തായിട്ട് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ലഗേജ് എടുക്കാൻ വേണ്ടി പോവാണ്. ലഗേജും കറക്റ്റ് ടൈമിന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി വന്നു. കാറ് കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്, ബട്ട് സ്റ്റിൽ ദാറ്റ്സ് ഓക്കെ. പിന്നെ വെയിൽസാണ് കേട്ടോ ഞാൻ വന്ന സ്ഥലം. ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ റൂമിലേക്ക് പോവാണ്.
അങ്ങനെ യു കെയിൽ ഞങ്ങളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 4 പേരാണ് എൻ്റെ കൂടെ ഉള്ളത്. ഒരാളെ ഇപ്പോൾ വന്നിട്ടുള്ളൂ, ബാക്കി 2 പേര് ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയി, അവർ കുറച്ച് ലേറ്റായിട്ടേ എത്തുള്ളൂ. ഹാള്, ഇതാണ് കിച്ചൺ, എല്ലാ സാധനങ്ങളും അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫ്രിഡ്ജിലെല്ലാം ചിക്കനും എല്ലാ ഗുഡീസും മിൽക്ക് എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും ആദ്യം മേടിക്കേണ്ടി വന്നില്ല. പിന്നെ സ്റ്റെപ്പ് കയറി മുകളിൽ പോകുമ്പോഴാണ് വാഷ്റൂമും പിന്നെ 3 ബെഡ്റൂമും ഉണ്ട്. ഞങ്ങൾ 4 പേർക്കായിട്ട് അത്യാവശ്യം നല്ല വാഷ്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഫുള്ളി ഫർണിഷ്ഡും ഒക്കെയാണ്. സോ 1 മന്ത് നമുക്ക് ഇവിടെയാണ് അക്കോമഡേഷൻ. പിന്നെ എല്ലാവരും എത്തിയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അഖിലയുടെ ഫ്രണ്ട്സ് പ്രിപ്പയർ ചെയ്ത ചോറും തോരനും മുട്ട പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒത്തിരി ടയേർഡായി. ഫുഡൊക്കെ കിട്ടി, ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇതാണ് എൻ്റെ ഫസ്റ്റ് UK വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ, ലവ് യു ഓൾ.